പുതുവത്സരാഘോഷത്തിനിടെ സ്വിറ്റ്സർലൻഡിലെ ക്രാൻസ് മൊണ്ടാനയിലെ സ്കീ റിസോർട്ട് ടൗണിൽ ആഡംബര ബാറിലുണ്ടായ സ്ഫോടനത്തിൽ 40 മരണം, നിരവധി പേർക്ക് പരിക്കേറ്റു. ലീ കോൺസ്റ്റലേഷൻ ബാർ ആൻഡ് ലോഞ്ചിലാണ് സ്ഫോടനമുണ്ടായത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോ വിവരങ്ങൾ നൽകും. മെറിൻ, ഇതൊരു ആസൂത്രിത സ്ഫോടനം തന്നെയായിരുന്നോ? ആരെങ്കിലും, വ്യക്തിയോ സംഘടനകളോ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടോ? വിജയകുമാർ, അത്തരത്തിലൊരു വാർത്തകൾ തന്നെ വരുന്നില്ല. ഇതൊരു അപകടം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അത്തരത്തിലൊരു ആക്രമണം ഒന്നും തന്നെയല്ല. സ്വിറ്റ്സർലൻഡിലാണ് ഇത്തരത്തിൽ പുതുവർഷ ആഘോഷത്തിനിടെ ഒരു ദുരന്തമുണ്ടായത്. ഈ ഒരു ദുരന്തം, ഒരു ആഘോഷം ഒരു വലിയ ദുരന്തത്തിന് വഴിമാറുകയായിരുന്നു. ഈ ക്രാസ് മൊണ്ടാനയിലെ ബാറിലുണ്ടായ ഈ ഒരു സ്ഫോടനത്തിൽ 40 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. 100-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഹെലികോപ്റ്ററുകളും അതുപോലെ തന്നെ അഗ്നിരക്ഷാ സേനയുടെ വാഹനങ്ങളും എല്ലാം തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. പ്രധാനമായും തീപിടുത്തം ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായത്. ഈ ഒരു സ്ഫോടനത്തെ തുടർന്നാണ് മരണമെന്നാണ് അറിയുന്നത്. മരിച്ചവരിൽ കൂടുതലും വിദേശികളാണ്. ഇത് സ്വിസ് ആൽസ് മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ക്രാസ് മൊണ്ടാന എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും ആഡംബര റിസോർട്ടുകൾ ഏറെയുള്ള ഒരു പ്രദേശമാണ്. കൂടുതലും ബ്രിട്ടീഷ് വിനോദസഞ്ചാരികളാണ് ഈ മേഖലയിലേക്ക് കൂടുതലും എത്താറുള്ളത്. മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ സ്കീയിങ് എല്ലാം വളരെ പേരുകേട്ട ഒരു പ്രദേശമാണത്. അവിടെയാണ് ഈ ഒരു ദുരന്തമുണ്ടായിരിക്കുന്നത്. എന്തായാലും മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്നാണ് വിവരം ലഭിക്കുന്നത്. 100-ലധികം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഏറ്റവും പ്രധാനമായും ഈ മരിച്ചവരെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായ കാര്യം. കാരണം കൂടുതൽ പേരും അധികം പൊള്ളലേറ്റത് കൊണ്ട് തന്നെ ഏത് രാജ്യക്കാരെന്നോ അവരെ തിരിച്ചറിയുക വളരെ പ്രയാസമാണ്. എന്തായാലും മേഖലയിൽ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സ്വിറ്റ്സർലൻഡിലെ ക്രാൻസ് മൊണ്ടാനയിലാണ് ഈ ഒരു പുതുവത്സരാഘോഷം വലിയൊരു ദുരന്തത്തിന് വഴിമാറിയത്. വിജയകുമാർ, ആൽപ്സ് പർവ്വത നിരകളുടെ താഴ്വാരത്തുള്ള ഒരു വലിയ വിനോദസഞ്ചാര കേന്ദ്രത്തിലാണ്, സ്വിറ്റ്സർലൻഡിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിലാണ് ഈ സ്ഫോടനം ഉണ്ടായത്. ഇതൊരു ഒരു അപകടമാണ് എന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അട്ടിമറിയോ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്ഫോടനമോ അല്ല, ഒരു അപകടം എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. പരിക്കേറ്റ 100-ലധികം ആളുകളുണ്ട്. അവരിൽ പലരുടെയും നില ഗുരുതരമാണ്. അതുകൊണ്ട് മരണസംഖ്യ ഉയരും എന്നൊരാശങ്കയും പങ്കുവയ്ക്കുകയാണ് അവിടെ നിന്ന് മെറിൻ മേരി ചാക്കോയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ വിവരങ്ങൾ നൽകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.